ആലപ്പുഴയിൽ CPM വിട്ട് BJPയിലെത്തിയ ബിബിൻ സി ബാബുവിന് വധഭീഷണി. ഭീഷണിയുള്ളതിനാൽ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ബിബിൻ സി ബാബു ജില്ലാ പോലീസ് മേധാവിക്ക് കത്തയച്ചു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യം. CPM DYFI പ്രവർത്തകർ അപായപ്പെടുത്തുമെന്ന് പ്രചരിപ്പിക്കുന്നതായി ബിബിൻ കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, എന്താണ് ബിബിൻ സി ബാബുവിന്റെ പരാതി? നീലിമ, തനിക്ക് നേരെ വധഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിബിൻ സി ബാബു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കായംകുളത്തെയും പത്തിയൂർ മേഖലകളിലെയും CPM DYFI പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തനിക്കെതിരെ വധഭീഷണി മുഴക്കുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു പറയുന്നത്. താൻ CPM വിട്ട് അടുത്തിടെ BJPയിൽ ചേർന്നിരുന്നു. ഇതിന്റെ പകപോക്കൽ എന്ന രീതിയിൽ തനിക്കെതിരെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് CPM DYFI പ്രവർത്തകരാണ് ഈ ഒരു അപായപ്പെടുത്തുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു ചില ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നതെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ ബിബിൻ സി ബാബു പറയുന്നത്. അതുകൊണ്ട് തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ബിബിൻ സി ബാബു ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീലിമ, നിഷ, ഈ CPM നേതാക്കളുടെയോ DYFI നേതാക്കളുടെയോ ആരുടെയെങ്കിലും പേര് പരാമർശിച്ചുകൊണ്ടാണോ ബിബിൻ സി ബാബു പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്? നീലിമ, ഈ പോലീസ് മേധാവിക്ക് നൽകിയ ഒരു പരാതിയിൽ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. എങ്കിലും പത്തിയൂർ മേഖലകളിലെയും കായംകുളത്തെയും ഒക്കെ CPM DYFI പ്രവർത്തകരാണ് തന്റെ ഈ തന്നെ അപായപ്പെടുത്തുമെന്ന് പറയുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ചില ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ ബിബിൻ സി ബാബു ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആരുടെയും പേരെടുത്തു പറഞ്ഞിട്ടില്ല പരാതിയിൽ. ആലപ്പുഴയിൽ CPM വിട്ട് BJPയിലെത്തിയ ബിബിൻ സി ബാബുവിന് ഭീഷണിയുള്ളതിനാൽ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ബിബിൻ സി ബാബു ജില്ലാ പോലീസ് മേധാവിക്ക് കത്തയച്ചിരിക്കുകയാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം CPM DYFI പ്രവർത്തകർ അപായപ്പെടുത്തുമെന്ന് പ്രചരിപ്പിക്കുന്നതായി ബിബിൻ കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളാണ് നിഷ പങ്കുവച്ചത്.